ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള ബനിയ സ്കൂപ്പിൽ റീസെൻ്റ്ലി ഓപ്പൺ ആയ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. സ്കൂപ്പിലെ 2nd ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഫുഡ് കോർട്ടിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ എത്തിയതും ബാദു നേരെ ഓടിയത് അതിനകത്തേക്കായിരുന്നു. അവരുടെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ അവരൊരു 10 മിനിറ്റ്സ് നമുക്ക് വേണ്ടി അലൗ ചെയ്ത് തന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആളവിടുന്ന് പോരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ അവനെ പിടിച്ചിറക്കി അവിടുന്ന് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അങ്ങനെ കുറേ നേരം മെനു ഒക്കെ നോക്കിയിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെനുവിലുള്ള ബാക്കി ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും വരണമെന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ. നമ്മളവിടുന്ന് പാനിപ്പൂരിയും ബേൽപൂരി ആൻഡ് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ സൂപ്പറാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങളും പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് ബ്രാൻഡ് സൂക്കിൽ കയറാതെ പോകുന്നത് മോശമല്ലേ? അപ്പോൾ പിന്നെ അവിടെയും കൂടെ കയറി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇക്കാക്കൊരു ഷൂ കൂടെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. US പോളോൻ്റെയും സ്കെച്ചേഴ്സിൻ്റെയും ഒക്കെ ഷൂസ് അവിടെ നല്ല പ്രൈസിന് തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓഫർ സെയിലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം എല്ലാ ടൈമിലും നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് അവിടെ ഷൂസും ബാഗ്സും പെർഫ്യൂംസും സാൻഡൽസും എല്ലാതും അവൈലബിൾ ആണ്. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും മാത്രമല്ല കേട്ടോ, കിഡ്സിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ തൽക്കാലം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിർത്തിവെച്ച് പോവാന്ന് തീരുമാനിച്ച് താഴത്തിറങ്ങിയപ്പോഴാണ് കൂപ്പിൽ പുതിയ കൗണ്ടർ ഓപ്പൺ ആയത് കണ്ടത്. ബട്ട് അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അപ്പം കയറിയില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ള ഒരു സ്പോട്ടും കൂടെ കണ്ടുവച്ചിട്ടാണ് പോകുന്നത്. കൂപ്പിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ നമ്മുടെ റൂമിലേക്ക്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.